ശ്രീ എൻ ശ്രീകുമാർ, കാര്യം വിശ്വപൗരനാണ്, വളരെ ഉയർന്ന ബൗദ്ധിക നിലവാരമുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം പാർട്ടിയുടെ വക്താവല്ല എന്നാണ്. അദ്ദേഹം പാർട്ടിയുടെ വക്താവല്ല എന്നുള്ളത്. ഞാൻ അങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പൊളിറ്റിക്സിന് വേണ്ടിയിട്ടല്ല കേരളത്തിലേക്ക് വന്ന അടക്കമുള്ള കാര്യങ്ങൾ. അദ്ദേഹം MP ആണ്, അദ്ദേഹം പ്രവർത്തക സമിതി അംഗമാണ്, അദ്ദേഹം ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ആളാണ്. അവിടെ അദ്ദേഹമാണ് വിജയിച്ചിരുന്നതെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനെ മുഴുവൻ രാഷ്ട്രീയത്തെയും തള്ളിപ്പറയുന്നതിന് തുല്യമായി പോകില്ലേ? അപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന കാലപരിധി ശരി, ആദ്യഘട്ടത്തിലൊക്കെ കുറെ നമ്മുടെ ഒരു കേരളത്തിന്റെ രാഷ്ട്രീയത്തോട് അങ്ങനെ തന്നെ ലയിച്ചു ചേരാൻ കഴിയാത്ത ഒരാളെന്ന പ്രിവിലേജ് ഒക്കെ കൊടുക്കാൻ കഴിയും. ആനുകാലിക രാഷ്ട്രീയം അത്രയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളാണ് ശശി തരൂർ എന്നൊക്കെ പറഞ്ഞു പോകാൻ കഴിയുമോ? നോക്കും അത് ശ്രീ ശശി തരൂര് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ ലേഖനത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കൃത്യമാണ്, പറയൂ. ശശി തരൂർ ഇന്നലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം എഴുതിയ ലേഖനത്തെക്കുറിച്ച് ഇന്ന് വാർത്താലേഖകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ചില തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സത്യമാണെങ്കിൽ എന്നുകൂടി ഞാൻ എഴുതിയിട്ടുണ്ടെന്നാണ്. അതായത് ഈ ഡാറ്റാസ് സത്യമാണെങ്കിൽ, ആ ഡാറ്റാസ് തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതോടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ശശി തരൂര് കേരള ഗവൺമെന്റിന്റെ ഒരു PR-ന്റെ പണിയെടുക്കുന്ന രീതിയിൽ ലേഖനം എഴുതേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം എഴുത്തുകാരനാണ്, സംശയമില്ല. പക്ഷെ എഴുതാനിരിക്കുന്നതിന് മുമ്പ് താൻ ഏത് പാർട്ടിയാണോ പ്രതിദാനം ചെയ്യുന്നത്, താൻ ഏത് പാർട്ടിയുടെ പരമോന്നത സ്ഥാനത്താണോ ഉള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കണം. കാരണം ഇന്ന് എല്ലാ പത്രങ്ങളും, നിങ്ങളുടെ മാതൃഭൂമി പത്രത്തിന്റെ ഹെഡിങ് വാഴ്ത്തുപാട്ടെന്നാണ്. ഒരു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്തിന്റെ ഒരു അഭിപ്രായത്തെ വാഴ്ത്തുപാട്ട് എന്ന് പരിഹസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ? CPM-ന്റെ മുഖപത്രം കൊടുത്തിരിക്കുന്നത് സർക്കാരിനെ പുകഴ്ത്തി, സർക്കാരിനെ വാഴ്ത്തി തരൂർ എന്നാണ്. അപ്പൊ സർക്കാരിനെ തരൂർ വാഴ്ത്തി എന്ന് പറയുമ്പോൾ തരൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സർക്കാരിനെ വാഴ്ത്തിയില്ല, ഞാൻ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞില്ല, ഞാൻ ആകപ്പാടെ പറഞ്ഞത് സ്റ്റാർട്ടപ്പിനെ കുറിച്ചാണ്. അത് ഉമ്മൻചാണ്ടി അത് വായിക്കാൻ പോകുകയായിരുന്നു. ദേശാഭിമാനിയുടെ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് വികസനം പ്രതിപക്ഷവും അംഗീകരിച്ചു എന്നുള്ളതാണ്. ശ്രീ എൻ ശ്രീകുമാർ, ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വർഷമാണ്. ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഏറ്റവും ഉയരത്തിൽ പ്രചാരണ വേദികളിൽ CPM-ന് LDF-നൊക്കെ പറയാൻ കഴിയുന്ന ഒരു കാര്യം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൊണ്ടുപോയി കൊടുക്കുകയാണ്. അത് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള രാഷ്ട്രീയ ബോധമില്ലായ്മ തരൂരിനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, ഞാൻ അതാണല്ലോ പറഞ്ഞത്. അദ്ദേഹം ലേഖനം എഴുതിപ്പോയി. അതിന് വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവ് തന്നെയാണ്, പ്രവർത്തക സമിതി അംഗം തന്നെയാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ പാർട്ടിയുടെ സമീപനമുണ്ട്, നയമല്ല കേട്ടോ, സമീപനമുണ്ട് ഒരു ഗവൺമെന്റിനോട്. ആ സമീപനം, ആ നിലപാട്, അതിനോട് യോജിക്കാൻ പറ്റാത്ത പ്രവർത്തക സമിതി അംഗം എന്ന പേരുദോഷം ശശി തരൂരിന് വന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അർജുൻ സിംഗ് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ചില അഭിപ്രായ ഭിന്നതയുണ്ടായി. അദ്ദേഹത്തെ നരസിംഹറാവു മാറ്റി അവിടുന്ന്. രണ്ടാമത്തെ, കോൺഗ്രസിന്റെ നിലപാടും നയമൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ. ആ ആള് കേരളത്തിലെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ലേഖനം എഴുതാൻ പാടില്ലായിരുന്നു. മാത്രമല്ല, ഇന്ന് ശശി തരൂര് ഒരുപാട് കാര്യങ്ങളിൽ തിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യം അത് കേരള ഗവൺമെന്റിനെ പ്രശംസിക്കലല്ല, പക്ഷെ അദ്ദേഹം എന്ത് ന്യായീകരണം നടത്തിയാലും ശരി CPM-ന്റെ കയ്യിൽ ഒരു വടിയായിട്ട് അത് കിട്ടി. അതായത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെ ആണ് എന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഒരു ലേഖനത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ഡാറ്റ സത്യമാണെങ്കിൽ എന്ന് അദ്ദേഹം തിരുത്തിയത് വലിയ കാര്യമാണ്. അപ്പൊ സത്യം അല്ലെങ്കിൽ അദ്ദേഹം നാളെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമുക്ക് പറയാനുള്ളത്, ഒരു കോൺഗ്രസിനോട് താല്പര്യമുള്ള ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ശശി തരൂർ എഴുതാനിരിക്കുമ്പോൾ കേരളത്തിലെ UDF-ഉം കോൺഗ്രസും നടത്തുന്ന ആ ഗവൺമെന്റിന്റെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സമര പരിപാടികളെങ്കിലും മനസ്സിലാലോചിക്കണം. കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം മനസ്സിലാലോചിക്കണം. അല്ലാണ്ട് ഒരു ഗവൺമെന്റിന്റെ, കേരള ഗവൺമെന്റിന്റെ ഇപ്പൊ എന്താണ്, ഒരു PRO വർക്ക് പോലെ ആയില്ലേ സത്യത്തിൽ അത്. കാരണം കേരള ഗവൺമെന്റിന്റെ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതല്ലാണ്ട് കാശ് കൊടുത്ത് സ്വകാര്യമായിട്ട് അവർ ആളുകളെ വെക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്തിന്റെ സപ്പോർട്ട് ആവശ്യമില്ല. ആ സപ്പോർട്ട് എന്തായാലും കോൺഗ്രസിന് വിരുദ്ധമായി മാറി. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ CPM-ന്റെ പ്രതിനിധി ശ്രീ വസീഫ് ഒരു തെറ്റായ ഒരു കാര്യം പറഞ്ഞു. AK ആന്റണി UDF-ന് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താ? ശ്രീ വസീഫ് പറയുമ്പോൾ മുഴുവൻ പറയണം. UDF ഭരിക്കുന്ന കാലത്തൊരു വ്യവസായം കൊണ്ടുവന്നാൽ അവിടെ ചുമന്ന കൊടി ഉയർത്തും ആര്? CITU. അതാണ് ആന്റണി പറഞ്ഞത്. അത് മനസ്സിലാക്കുക. കിൻഫ്ര കൊണ്ടുവന്ന ആരാണ് സുഹൃത്തെ? AK ആന്റണിയുടെ കാലത്തല്ല, അത് ആദ്യം മനസ്സിലാക്കുക. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയത്.
ആദ്യത്തെ ഗ്ലോബൽ മീറ്റ് നടത്തിയ AK ആന്റണിയാണ്, പിന്നീട് നടത്തിയത് ഉമ്മൻചാണ്ടിയാണ്. ഇതൊക്കെ മനസ്സിലാക്കുക. ഇവിടെ നടക്കുന്നതല്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശശി തരൂരെ, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, അദ്ദേഹത്തിന് കിട്ടിയ ഡാറ്റകൾ, ആ ഡാറ്റ ശരിയാണെന്ന് ചോദിച്ചാൽ തെറ്റാണെന്ന് പ്രതിപക്ഷ അസംബ്ലി പറഞ്ഞപ്പോൾ മന്ത്രി രാജീവിന് ഉത്തരവുണ്ടായില്ല. കോവിഡ് കാലത്ത് ഇവർ പറഞ്ഞ ഡാറ്റ എന്തായിരുന്നു മാധു? കോവിഡ് കാലത്ത് എന്തൊക്കെ ഡാറ്റാസ് ഇവർ കൊടുത്തിരുന്ന ഒക്കെ നുണയാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ അന്വേഷണം നടക്കുകയല്ലേ വേറെ ചില കാര്യങ്ങളില്. അപ്പൊ അതുകൊണ്ട് ഒരു കോൺഗ്രസിന്റെ പരമോന്നത സമിതിയിൽ ഇരിക്കുന്ന ആള് എഴുതാൻ പേന എടുക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരവും മനസ്സിലാക്കണം. അത് മാത്രവുമല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമായിട്ട് മറുപടി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെയെങ്കിൽ ഞാൻ അടുത്ത തവണ എഴുതുവന്ന്. ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഒറ്റക്കാരോട് പറയാം. അതായത് കുറച്ചു കാലം മുമ്പ് ഇദ്ദേഹം ഒരു മാളിന്റെ ഉദ്ഘാടനത്തിനെങ്കിൽ കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തെ കുറിച്ച് പറഞ്ഞു. അന്ന് CPM പറഞ്ഞു പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് ലേഖനം എഴുതുന്നത്. ശശി തരൂർ തിരുത്തി. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞത് കപട CPM അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ അത് കാപട്യമാണെന്ന് അദ്ദേഹം ഒറ്റക്കാരുടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ശശി തരൂരെ പറഞ്ഞ കാര്യങ്ങൾ അത് കോൺഗ്രസിന്റെ നിലപാടിന് വിരുദ്ധമായ സ്ഥിതിക്ക് അദ്ദേഹം നാളെ അത് തിരുത്തി അദ്ദേഹത്തിന്റെ നിലപാട് ഇന്ന് മയപ്പെടുത്തിയ പോലെ അത് പൂർണ്ണമായും അദ്ദേഹം തിരുത്തി എഴുതുമെന്നാണ്